പറഞ്ഞത് ഇപ്പൊ ശരണ്യാണെന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു വിവരവും ബോധമില്ലാത്ത ഒരു മരയോള അവൻ പോയിട്ട് ചോദിക്കുകയാണ്. അഖിൽ മാരാർ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ മാരാര് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്, അല്ലാതെ ഇത് പൊട്ടി വീണ് മുളച്ചതൊന്നുമല്ല. ഒരു ഇന്റർവ്യൂ എങ്ങനെ സംസാരിക്കണമെന്ന് മാരാര് പറയും, അല്ലാതെ ആടിനെ പട്ടിയാക്കുകയും പട്ടി ആടാക്കുന്ന പരിപാടിയൊന്നും എനിക്കറിയത്തില്ല മാരാരെ. ഇത് ഒന്ന് പറയും, പിന്നെ വേറെ ഒരു ലൈവ് വരുമ്പോൾ തിരുത്തി പറയാൻ ജനങ്ങൾ തന്നെ പൊട്ടന്മാരാണ്. അതൊക്കെ പണ്ടത്തെ കാലം മാരാര് പറഞ്ഞ് കേട്ടിരിക്കാൻ പൊട്ടന്മാരല്ല ഞങ്ങൾ, അത് മനസ്സിലാക്കണം. ഈ വിളിച്ച തെറിക്ക് തിരിച്ചു വിളിക്കാൻ എനിക്ക് തെറി അറിയാണ്ടല്ല, നല്ല രീതിയിൽ എനിക്കും തെറി അറിയാം. പക്ഷെ ഇതുപോലെ തന്നെ ഇനിയും ആളുകളെ തെറി വിളിക്കണം. മാരാറിന്റെ വിചാരം മാരാറിന്റെ തെറി വിളിക്കും. അയ്യോ പേടിച്ചു, ഞാൻ അവതരണം നിർത്തി. എന്തോ നിർത്താനാ. കേട്ടിട്ടില്ല. ശരണ്യ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം, അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. ഇപ്പൊ സ്ത്രീകളെ ഭയങ്കര വില. മാരാരെ ഒന്നെങ്കിൽ മാരാര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആ സ്ത്രീകളുടെ പേര് വെളിപ്പെടുത്തണമായിരുന്നു. അല്ലാതെ ഇപ്പം വന്നിട്ട് അയ്യോ സ്ത്രീകൾക്ക് എന്ത് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എന്റെ ഒരു സഹോദരി ബിഗ് ബോസ് ഞാൻ വിട്ടു, പുറകെ മാരാരിന്റെ സ്റ്റേറ്റ്മെന്റ് വിടുന്നു. ബിഗ് ബോസിൽ വരുന്നവർ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടുകാർ എന്നാ വിചാരിക്കും, ഞാൻ എന്നാ വിചാരിക്കും. അതുകൊണ്ട് ആരുടെയും പേര് പറയുവാണ് വ്യക്തമായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റും തെളിവും നിർത്തണം മാരാരെ. കേട്ടതുകൊണ്ടാ പറഞ്ഞേ. മൊബൈലും പിടിച്ചിറക്കുന്ന ചിലവന്മാർ ഉള്ളതുകൊണ്ടാണ് മാരാരും നിൽക്കുന്നത്. അല്ലാതെ മാരാരിന് ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്തില്ല. മനസ്സിലായോ? ആമാര് വെയിലത്തും കഴിക്കാതൊക്കെ ഇങ്ങനെ മാരാർ ഇറങ്ങി വരുമ്പോൾ എൻട്രി അത് സംസാരിക്കുമ്പോൾ ബൈറ്റ് ഇതൊക്കെ നിൽക്കുന്ന മാരാർക്കൂടെ ഗുണം, അല്ല അവന്മാർക്ക് മാത്രമല്ല. പിന്നെ മാധ്യമ പ്രവർത്തനം അങ്ങനെ അടിച്ചു താക്കാതെ